മകളെ മുന്നിലേക്ക് നീക്കി നിർത്തി ആ അമ്മ പറഞ്ഞു, ഏത് വേഷവും എൻ്റെ മകൾ അഭിനയിക്കും. ഹോട്ടൽ മുറിയിലെ ആ 2 പേർ അവളുടെ ശരീരം കണ്ണുകൾ കൊണ്ട് അളന്നെടുക്കുമ്പോഴായിരുന്നു നിഷ്കളങ്കയായ ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുന്നത്. ഒരാൾ അവളുടെ പാദം വരെ നീണ്ടു കിടന്ന പാവാട മുട്ടോളം ഉയർത്തി. കൊള്ളാം, തരക്കേടില്ല എന്നൊരു കമൻറ്റ്. ഒന്ന് അഭിനയിച്ച് കാണിക്കും മോളെ എന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ മറുപടി, അതൊക്കെ ഡയറക്ടർ വരുമ്പോൾ മതി, ഞങ്ങൾ പ്രൊഡ്യൂസർമാരല്ലേ എന്ന്. കൂടെ അടുത്ത ചോദ്യം വന്നു, പിന്നെ ചാൻസ് തന്നാൽ നമുക്കെന്ത് തരും? ഞങ്ങൾ പാവങ്ങളാ സാറന്മാരെ. ആ അമ്മയുടെ നിഷ്കളങ്കമായ മറുപടി. നിർമ്മാതാക്കൾ കുറച്ചുകൂടി വ്യക്തമാക്കി, പറയുന്നത് മുഴുവനും കേൾക്കൂ. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നിങ്ങളും ചെയ്യണം. നിങ്ങളുടെ സഹായത്തിനാണെങ്കിൽ മുതൽ മുടക്കില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. മകൾ കരപറ്റുന്നത് വരെ ഒന്ന് കണ്ണടച്ച് കളയണം, അത്ര തന്നെ. ഇതൊക്കെ ഇവിടുത്തെ ചടങ്ങാണ്, പുതിയ കാര്യമൊന്നുമല്ല. KG ജോർജ് സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിലെ രംഗമാണിത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ നടി ശോഭയുടെ ജീവിതവുമായി ബന്ധമുള്ള ഈ സിനിമ പുറത്തിറങ്ങിയത് 1983 അന്നും അതിനു മുമ്പും ഇപ്പോഴും ഏതാണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില സമീപനങ്ങൾ സിനിമയിൽ അഭിനയിക്കാനെത്തുന്ന പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നു. തലമുറ മാറിയെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആവശ്യം നേരിട്ട് തന്നെ ആയിരിക്കില്ല, വാട്സാപ്പ് വഴിയും എത്തും. ഒരു കുഴപ്പവുമില്ലെന്ന് പുതുമുഖ നടിമാരെ സീനിയർ നടിമാർ ഉപദേശിക്കുകയും ചെയ്യും. മുമ്പത്തെ അപേക്ഷിച്ച് ഇന്ന് സിനിമയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ മികച്ച സൗഹൃദ കൂട്ടായ്മയാണ് നിലനിൽക്കുന്നത്. നടിക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നത് സ്ത്രീകൾ മാത്രമായിരുന്നില്ല. നീതിബോധമുള്ള ഒരു വലിയ സംഘം പുരുഷ കലാകാരന്മാരുമുണ്ടായിരുന്നു. അവർ സഹപ്രവർത്തകരായ നടികളെ സമാന നിലയിലുള്ള വ്യക്തികളായി കണ്ട് ബഹുമാനിക്കാൻ കഴിയുന്നു. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും സ്ത്രീകൾ സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ തങ്ങളുടെ വഴിവിട്ട താല്പര്യങ്ങൾക്ക് വശംവദരാകണമെന്നുള്ള നിർബന്ധമുള്ളവർ ധാരാളമുണ്ട്. സിനിമയിൽ അവരുടെ സ്വാധീനം അത്രമേലുണ്ട്. ഈ അടുത്ത കാലത്ത് സിനിമയിൽ ക്ലിക്കായ ഒരു അഭിനേത്രിയെ നേരിടേണ്ടി വന്ന ചോദ്യം കേട്ടാൽ ഞെട്ടും. വഴങ്ങിത്തുടങ്ങിയെങ്കിൽ പറയണം കേട്ടോ, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട് എന്നിട്ടൊരു വഷളൻ ചിരി. അഭിനയിക്കാൻ എത്തുന്ന പെൺകുട്ടികളിൽ ചിലർ ആദ്യം മാതാപിതാക്കളൊപ്പമായിരിക്കും വരുന്നത്, പിന്നെ അച്ഛൻ വരില്ല. അത് കഴിയുമ്പോൾ അമ്മയെയും ഒഴിവാക്കും. ഇതെല്ലാം ചില കൺട്രോളന്മാരുടെ ഉപദേശം അനുസരിച്ചാണ്. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിൽ തിലകൻ അവതരിപ്പിച്ച VS കൊരട്ടൂർ പറയുന്ന ഒരു ഡയലോഗ് ഓർത്തുപോകുന്നു. തന്ത സിനിമയിൽ ആവശ്യമില്ലാത്തതാണ്, ഇവിടെ ആവശ്യം അങ്കിളാണ്, അങ്കിൾ. അതേസമയം ഒറ്റയ്ക്ക് വന്നാലും നിർഭയമായി അഭിനയിച്ചു മടങ്ങുന്ന ന്യൂജൻ നടിമാരും ഇന്ന് മലയാള സിനിമയിലുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നത് ഒക്കെ വെറും ചെറുതാണ്, ഒരു മഞ്ഞുമലയുടെ ഇങ്ങേയറ്റം. തിങ്കളാഴ്ച പുറത്തുവിട്ട 296 പേജ് റിപ്പോർട്ടിലെ ചില പേജുകൾ പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല. ഇങ്ങനെ ഒഴിവാക്കിയ പേജുകൾക്ക് പുറമെ റിപ്പോർട്ടിൻ്റെ അനുബന്ധമായി നടിമാരും സാങ്കേതിക പ്രവർത്തകരായ വനിതകളും അവർ നൽകിയ മൊഴികളും അടങ്ങുന്ന 400 പേജ് വരുന്ന ഭാഗവും പുറത്തു വന്നിട്ടില്ല. ലൈംഗിക ആവശ്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും ക്ഷണിക്കുന്നതുമായ ഉന്നതരുടെ ഉൾപ്പെടെയുള്ള വാട്സാപ്പ് ചാറ്റുകളുടെ വിവരണം, സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പ്, കമ്മിറ്റി രേഖപ്പെടുത്തി ഒപ്പിട്ട് വാങ്ങിയ മൊഴികൾ തുടങ്ങിയവ അനുബന്ധത്തിലുള്ളതാണ്. അത് അങ്ങനെ അനുബന്ധത്തിലുള്ളതാണ് ലഭിക്കുന്ന വിവരം. ചില സ്ത്രീകൾ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഉൾപ്പെടുന്ന പെൻഡ്രൈവുകളും CD-കളും ഇതൊക്കെ അനുബന്ധമായ ഇലക്ട്രോണിക് രേഖകളാണ്. സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരായ ചലച്ചിത്ര പ്രവർത്തകർ നടത്തിയ പരാമർശങ്ങളും മൊഴികളും അനുബന്ധത്തിൻ്റെ ഭാഗമാണ്. പ്രധാന റിപ്പോർട്ടിൽ 296 പേജുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്നുവെന്ന പേരിൽ 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കിയതിന് പുറമെ സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിൽ 61 പേജുകളും ഒഴിവാക്കി. വ്യക്തികളുടെ സ്വകാര്യതയും വ്യക്തി സുരക്ഷിതത്വവും മാനിച്ച് ഇവ ഒഴിവാക്കിയെന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം. റിപ്പോർട്ട് പുറത്തു വരുമെന്നായപ്പോൾ മുതൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കോൺക്ലേവ് നടത്തുമെന്നാണ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. 4.5 വർഷമായി റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൻ്റെ കയ്യിൽ വന്നിട്ട് അപ്പോഴൊന്നും ഇത് തുറന്നു നോക്കുകയോ അല്ലെങ്കിൽ തുറക്കുന്നു നോക്കാഞ്ഞത് എന്താണെന്നാണ് ചോദ്യമുയരുന്നത്.
വനിതകളായ അഭിനേതാക്കൾക്ക് ടോയ്ലറ്റ് സംവിധാനമില്ലാത്തതിൻ്റെ ഭീകരത റിപ്പോർട്ടിൽ വിവരിച്ചിട്ടുണ്ട്. ഒരു ഇ ടോയ്ലറ്റെങ്കിലും സൈറ്റുകളിൽ നിർബന്ധമാക്കണമെന്ന് സർക്കാരിന് തോന്നിയതേയില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൂലി വൻതോതിൽ വെട്ടിച്ചെടുക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. അവിടെ തൊഴിൽ വകുപ്പിൻ്റെ ഇടപെടലും ഉണ്ടായില്ല. സിനിമയിലെ സ്ത്രീകളുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പ്രതികരിച്ചത്. ഒന്നും മിണ്ടാതെ സഹിച്ചും ക്ഷമിച്ചും കഴിയുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഈ ദുസ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്ന് മാത്രമല്ല, മാന്യന്മാരായ പുരുഷന്മാരിൽ നിന്ന് സംശയത്തിൻ്റെ നിഴൽ മാറുകയും ചെയ്യും. അതുണ്ടാകുമോ? പിണറായി സർക്കാരിൽ നിന്നും അത് പ്രതീക്ഷിക്കാമോ? സർക്കാർ ആരെയാണ് ഈ ഭയക്കുന്നത്? ഒളിഞ്ഞിരിക്കുന്നവരുടെ പൊയ്മുഖം കേരളത്തിലെ ജനങ്ങളൊന്ന് അറിയട്ടെ. അത് പുറത്തുവിടാൻ ഇരട്ടച്ചങ്കൻ പിണറായി വിജയന് തൻ്റെ ഇടമുണ്ടാകണം.